ഹായ് ഓൾ, ഞാൻ ഡോക്ടർ അസ്ലക്ക്, എജുപോർട്ടിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. നീറ്റ് എടുക്കാനാകുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മനസ്സിലൂടെ പോകുന്നൊരു തോട്ടാണ് എനിക്ക് മടുത്തു എന്നുള്ളത്. ഒരു ഗിവപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇത് വളരെ കോമൺ ആണ്. 2018 റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് സെയിം സാധനം. മടുത്തു, വേറെ വല്ലതിനും പോയാൽ മതിയായിരുന്നു, എന്തിനാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. സെൽഫ് ഡൗട്ട്, അതേപോലെ എനിക്കിത് പറ്റില്ല, ഗിവപ്പ് ചെയ്യേണ്ട സമയമായി എന്നൊക്കെ തോന്നുന്നത് വളരെ സ്വാഭാവികമാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആളുകൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ടോപ്പേഴ്സിനെല്ലാം എളുപ്പമാണ്, ചിലപ്പോൾ അവരും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും. അതായത് നിങ്ങൾ പഠിക്കുന്ന സെൻറ്ററിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് എല്ലാം എളുപ്പമാണെന്നൊരു തെറ്റിദ്ധാരണ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകും. അല്ലെങ്കിൽ അയാളും ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. തെറ്റാണ്. 25 ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് 2024 മത്സരിക്കുന്നത്. അതൊരു വലിയ കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ടെൻഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, യു ആർ ജെനുവൻലി ടയേർഡ് എന്നുള്ളതാണ്. അതായത് ഇത്രയും വലിയൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ക്ഷീണിച്ചു പോകും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അവിടെയാണ് ഒരു ജെനുവിൻ ബ്രേക്ക് എടുക്കേണ്ടത്. വലിയൊരു ബ്രേക്ക് എടുക്കാൻ നമുക്കില്ല. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നീറ്റിന് നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ എടുക്കാൻ പറ്റുന്ന ഷോർട്ട് ബ്രേക്സ് ആണ്. സ്റ്റഡി സെഷൻസ് കുറച്ചുകൂടി ഡ്യൂറേഷൻ കൊടുത്ത് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ്, 25 മിനിറ്റോ 40 മിനിറ്റോ ഏതെങ്കിലും ഒരു ഡ്യൂറേഷനിൽ മാത്രം അത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ പാരൻസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ബ്രദേഴ്സ്, സിബ്ലിങ്സ് അവരെയൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് വീട്ടിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് തിരിച്ച് കയറി പഠിക്കാനിരിക്കുക. കറങ്ങുക എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് കറങ്ങി ടൗണിലൂടെ പോയി വരാനല്ല പറഞ്ഞത്. വീട്ടിൻ്റെ പറമ്പിൽ കുറച്ചൊക്കെ നടന്ന് ഒന്ന് മെൻ്റലി ഫ്രഷായി പഠനത്തിനിരിക്കുക. ഇനി ഹോസ്റ്റലിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെയും സ്റ്റഡി റൂമിലൂടെ നടക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്യുക. പിന്നെ പാരൻസിനെ വിളിക്കാനുള്ള വീക്കിലിയോ അല്ലെങ്കിൽ ഡെയിലി ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ കിട്ടുന്നുണ്ടാകും, അവരെ വിളിക്കുക, സംസാരിക്കുക. ഒന്ന് നിങ്ങളുടെ പ്രഷർ ഒന്ന് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും നടന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റഡിയിൽ നിന്ന് ഒന്ന് ബ്രേക്ക് എടുത്ത് കിടക്കാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഡു നോട്ട് കോംപ്രമൈസ് യുവർ സ്ലീപ്പ് എന്നുള്ളതാണ്. ഈ നീറ്റിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ എത്തുമ്പോൾ ഉറക്കം എല്ലാവരും കളയുന്ന ഒരു സാധനമാണ്. കാരണം കുറച്ച് ഉറങ്ങിയാൽ കൂടുതൽ പഠിക്കാം എന്നൊക്കെ ഒരു തോന്നലാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുക. അതൊരു തെറ്റായ ധാരണയാണ്. ലാക്ക് ഓഫ് സ്ലീപ്പ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ടു യുവർ ബ്രെയിൻ. അതായത് ഉറക്കം കളഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ് കൂടാനും മെൻ്റലി ആൻഡ് ഫിസിക്കലി വളരെ പെട്ടെന്ന് ക്ഷീണിക്കാനും മെമ്മറി ലോസ് ഉണ്ടാവാനും ഒക്കെ അത് കാരണമാകും. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആസെറ്റ്. അത് സ്ലീപ്പ് ഡെപ്രിവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം കുറച്ചുറങ്ങിയാൽ നിങ്ങൾക്കത് എഫക്റ്റ് കാണണമെന്നില്ല. 2-3 ദിവസം നിങ്ങൾ ഉറങ്ങാതിരുന്നാൽ 4ാമത്തെ ദിവസം നിങ്ങൾ എഴുന്നേൽക്കില്ല, നിങ്ങൾ ബെഡ് തന്നെ ഉറങ്ങും, അല്ലെങ്കിൽ നിങ്ങളൊരു സോംബിയെ പോലെ ആയിരിക്കും. കാരണം ഉറക്കം മനുഷ്യന് വേണ്ടപ്പെട്ട ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മൈൻഡിനും അത് വേണം. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാൻ അത് കാരണമാകാം, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ കാരണമാകാം, ഇൻസോമിനിയ ഉണ്ടാകാം, ഉറക്കമില്ലായ്മ വരാം, സ്ട്രെസ്സ് കൂടാം. ഒരുപാട് കാര്യങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമായി തീരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സ്ലീപ്പിൽ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ കോംപ്രമൈസ് ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ റിസൾട്ടുകൾ കാണാത്തത് കൊണ്ടാണ് എനിക്ക് മടുത്തു, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നത്. റിസൾട്ടുകൾ കാണാൻ കുറച്ചുകൂടി സമയം എടുക്കും എന്നുള്ളത് ഒരു സത്യമാണ്. റിസൾട്ട് ഈസ് നോട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എഫേർട്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതൊരു റിയാലിറ്റിയാണ്. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടാം, അത് ഈക്വലായിട്ട് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരുപാട് എഫേർട്ട് ഇട്ട് റിസൾട്ട് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ നല്ല റിസൾട്ടുകൾ വന്നു തുടങ്ങും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഗിവപ്പ് ചെയ്യാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാന്നുള്ളതാണ്. കാരണം ലൈഫിൽ ഒരാളും ഒറ്റയടിക്ക് നേടിയവരല്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇനീഷ്യൽ എൻ്റെ റാങ്കുകൾ വളരെ മോശമാണ്, വളരെ മോശം. അവസാനം നീറ്റിനോടെടുക്കുന്ന മോഡൽ എക്സാമിലാണ് അല്പമെങ്കിലും സംതൃപ്തി തോന്നുന്ന കുറച്ച് ഒരു നമ്പറിലേക്ക് എൻ്റെ റാങ്കൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് സെൽഫ് ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു, മോശം റാങ്ക് എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും എന്നേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. നാലാമതായിട്ടുള്ള കാര്യം പാരൻസിനോടാണ്. ഏതൊരു വിദ്യാർത്ഥിക്കും എക്സ്പെക്റ്റേഷൻ്റെ വെയിറ്റ് താങ്ങാവുന്നതിനപ്പുറമാണ് ഈ ഒരു മൊമെൻറ്റിൽ. പാരൻസിൻ്റെ, ഗ്രാൻഡ് പാരൻസിൻ്റെ, ഫാമിലിയുടെ, മേ ബി സൊസൈറ്റിയുടെ ഒക്കെ വലിയൊരു ഭാരം അവരുടെ തലക്ക് മേലെ ഉണ്ട്. ഡോക്ടറായി വരും എന്ന് വിചാരിച്ചാണ് എല്ലാവരും നമ്മളെയൊക്കെ അവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പാരൻസിൻ്റെ പ്രതീക്ഷ അവനാകുമെന്നുള്ളത് തന്നെയാണ്.
ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ പ്രഷർ അവർക്ക് കൊടുക്കാതിരിക്കുക. റാങ്ക് എന്തുകൊണ്ട് കൂടുന്നില്ല, എന്താ നീ പഠിക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നന്നാവും. അവരെ സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടി എമ്പതറ്റിക്കലി ഇമോഷണലി അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഓൾ തോട്ട്സ് ആർ നോട്ട് എ റിയാലിറ്റി. ശരിയല്ലേ? ഇറ്റ് ഈസ് നോർമൽ ടു ഫീൽ സെൽഫ് ഡൗട്ട്. ഇറ്റ് ഈസ് നോർമൽ ടു ഫീൽ ദ ഏർജ് ടു ഗിവ് അപ്പ്. അതായത് നിർത്തിപ്പോകാനും അതേപോലെ തന്നെ എനിക്ക് പറ്റില്ല എന്നൊക്കെ തോന്നാം. അതൊരു നോർമൽ കാര്യമാണ്. പക്ഷെ അതൊരു റിയാലിറ്റി ആയിട്ട് മാറേണ്ടതില്ല. നമ്മുടെ റിയാലിറ്റി നമ്മളാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതിനെനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഹാവ് സ്മോൾ വിൻസ്. ചെറിയ ചെറിയ വിജയങ്ങൾ ലൈഫിൽ ഉണ്ടാക്കുക. ഞാനിന്ന് NCERTയുടെ 3 പേജ് വായിക്കുമെന്ന് നിങ്ങളോടൊന്ന് പ്രോമിസ് ചെയ്യുക. 3 പേജ് വായിച്ച് നിങ്ങളെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നീറ്റ് മോഡൽ എക്സാമിന് ഞാൻ എൻ്റെ നെഗറ്റീവ് ഇത്ര കുറയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്ര ക്വസ്റ്റ്യൻ ശരിയാക്കും, ഒരു ലോ ലെവൽ ഗോളെങ്കിലും സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. അങ്ങനെ ചെറിയ ഗോളുകൾ വെച്ച് അത് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രൂഫ് നൽകുകയാണ് നിങ്ങൾ capable ആണ് എന്നുള്ളത്. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. അതായത് ഞാൻ ഇത് ചെയ്യും, അത് ചെയ്യും. വെക്കുന്ന ഗോളുകൾ വളരെ റിയലിസ്റ്റിക് ആയിരിക്കണം. അത് നടന്നിട്ട് നമുക്ക് ആ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ നമുക്കൊരു അപ്ലിഫ്റ്റിങ് തരും. അതായത് ചെറിയ ചെറിയ ഗോളുകൾ നമ്മൾ ടാക്കിൾ ചെയ്യുമ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ്, ഇതെനിക്ക് പറ്റും എന്നൊരു തോന്നൽ നമുക്ക് കിട്ടും. അതാണ് ഈ മൊമെൻറ്റിൽ നമുക്ക് വേണ്ടത്. ഈ വരാൻ പോകുന്ന നീറ്റിന് ഫുൾ പവറോടെ നമുക്കിരിക്കാൻ പറ്റണം. ഗിവ് അപ്പ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകണം. വി ക്യാൻ ഡു ഇറ്റ്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.